ഓക്കെ, നമുക്ക് ആരംഭിക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറില് SSC CGL പ്രത്യേകിച്ച് 2023 തൊട്ട് മുമ്പ് SSC CGLന്റെ പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസിനകത്ത് ഏറ്റവും ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ മോഡലിലാണ് വരുന്നതെന്നുള്ള കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം SSC CGL വരുന്ന എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്: In what time will ₹10,000 at 4% per annum produce the same interest as ₹8,000 thus in 4 years at a 5% simple interest എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 10,000 രൂപ 4% പലിശ നിരക്കിൽ എത്ര കൊല്ലം കൊണ്ടാണ് 8,000 രൂപ 4 കൊല്ലം കൊണ്ട് 5% പലിശ നിരക്കിൽ ഉണ്ടാക്കുന്ന പലിശയ്ക്ക് തുല്യമാകുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചിരുന്നത്. അതായത് ഇവിടെ വന്നിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ ഒരു P എമൗണ്ട് ഉണ്ട്, 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, N നമ്പർ ഓഫ് ഇയേഴ്സിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ ആ N ഇയർ കൊണ്ടുണ്ടാകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PNR/100 ആണ്. ആ N ഇയേഴ്സ് കൊണ്ടുണ്ടാകുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? PNR/100 ആണ് എന്നർത്ഥം. അതിനകത്ത് P എന്ന് പറയുന്നത് പ്രിൻസിപ്പിള്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 3 years എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. 3 കൊല്ലം 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ 3 കൊല്ലത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കൊല്ലം 10 രൂപ, രണ്ടാമത്തെ കൊല്ലം 10 രൂപ, മൂന്നാമത്തെ കൊല്ലവും എത്രയാണ്? 10 രൂപ. ഇങ്ങനെ മൊത്തം 3 കൊല്ലവും 10 രൂപ വെച്ചിട്ട് മൊത്തം 30 രൂപയാണ് അവിടെ ഉണ്ടാകുന്ന പലിശ. 3 കൊല്ലത്തേക്കുള്ള പലിശ എത്രയാണ്? 30 രൂപ. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ സാധനം എന്താ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുകയാണ്. 10,000 രൂപയ്ക്ക് 4% പലിശ നിരക്കിൽ എത്ര കൊല്ലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ 8,000 രൂപ 4 കൊല്ലത്തേക്ക് 5% സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുമെന്നാണ് നമ്മളത് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും എന്നാണ് നമ്മളത് ചോദിച്ചേക്കുന്നത്. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചു, 10,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര കൊല്ലത്തേക്ക് അറിയത്തില്ല. പലിശ നിരക്ക് 4%, 4/100. എത്ര കൊല്ലത്തേക്ക് അറിയത്തില്ല. എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആ പലിശ എന്ന് പറയുന്നത് എന്ത് നീക്കിലാണ് മക്കളെ? 8,000 രൂപ എത്ര കൊല്ലത്തേക്ക്? 4 കൊല്ലത്തേക്ക് 5% പലിശ നിരക്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് തുല്യമാണ്. ഇവിടെ നോക്കേ, ഈ 100ഉം ഈ 100ഉം കൂടെ ക്യാൻസൽ ആയി പോകും. ഈ 4ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ആയി പോകും. ഈ 0വും ഈ 3 0 കൂടെ ക്യാൻസൽ ആകും. പിന്നെ N എന്ന് പറയുന്നത് 8 × 5 ഡിവൈഡഡ് ബൈ 10 which is equal to 8 × 5 40 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. അപ്പൊ എത്ര കൊല്ലം കൊണ്ടാണ്? 4 കൊല്ലം കൊണ്ടാണ് 10,000 രൂപ 4% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഉണ്ടാക്കുന്ന പലിശ എന്തിന് തുല്യമാകുന്നത്? 8,000 രൂപ 4 കൊല്ലത്തേക്ക് 5% സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇട്ടാൽ ജനറേറ്റ് ചെയ്യുന്ന പലിശയ്ക്ക് തുല്യമാകുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ പിള്ളേരെ? കുഞ്ഞുങ്ങളെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് പെട്ടെന്ന് കമന്റ് ഇട്ടേ. ഫസ്റ്റ് ആയിട്ട് ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ച്. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? 4 കഴിഞ്ഞിട്ട് എത്ര വർഷത്തെയാണ് എങ്ങനെയായിരുന്നു കറക്റ്റ് അറിയുന്നത്? എത്ര വർഷം നോക്കുക. ഇൻ വാട്ട് ടൈം വിൽ ₹10,000 എത്ര കൊല്ലം കൊണ്ടെന്നാണ് നോക്കുക. 10,000 രൂപ 4% പലിശ നിരക്കിൽ എത്ര ഇയേഴ്സ്? N ഇയേഴ്സ്. അതെനിക്ക് അറിയത്തില്ല. അത്രയും കൊല്ലം കൊണ്ടുണ്ടാകുന്ന പലിശ എന്തിന് തുല്യമാണ്? 8,000 രൂപ 4 കൊല്ലത്തേക്ക് 5% പലിശ നിരക്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഉണ്ടാക്കുന്ന പലിശ തുല്യമാണ്. സോ 2 കൊല്ലത്തെയും പലിശ, 2 ഡെപ്പോസിറ്റ് സ്കീമിലെയും പലിശകൾ പരസ്പരം ഇക്വേറ്റ് ചെയ്തപ്പോൾ എന്നിന്റെ വാല്യൂ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. മനസ്സിലായോ? ക്ലിയർ ആണോ? അത്രയും ക്ലിയർ അല്ല, എന്താ പറഞ്ഞേ?
ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്ത ഒരു മെത്തേഡാണ് ഇതൊന്ന് ചെയ്തേ. സിംപ്ലിഫിക്കേഷൻ അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നെഗറ്റീവ് റിമൈൻഡറിന്റെയും പോസിറ്റീവ് റിമൈൻഡറിന്റെ ഒക്കെ കോൺസെപ്റ്റ് പഠിച്ചപ്പോ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതൊന്ന് ചെയ്തേ ഫസ്റ്റ് ആയിട്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്തേ, പെട്ടെന്നാവട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് പെട്ടെന്നാവട്ടെ ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ. ഇത് നമ്മള് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇത് സിംപ്ലിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് 265 ദ ഹോൾ റൈസ് ടു 4081 അതിന്റെ കൂടെ ഒരു 9 കൂടെ കൂട്ടിയിട്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ 266 ചെയ്താൽ എത്രയാണ് എന്നാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, ഞാൻ ഇതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. 265 ദ ഹോൾ റൈസ് ടു 4081 ദ ഹോൾ ഡിവൈഡഡ് ബൈ 266, പിന്നെ അപ്പുറത്തൊരു പ്ലസ് കൊടുക്കുന്നു, 9 ഡിവൈഡഡ് ബൈ 266 എന്ന് കിട്ടും. മക്കളെ നമുക്കറിയാം, ഇതാണ്ട് 265നെ 266 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? -1 ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ -1 റൈസ് ടു 4081 പ്ലസ് 9നെ 266 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 ആണ് കിട്ടുന്നത് അല്ലെ. വിച്ച് ഈസ് ഈക്വൽ ടു -1 ദ ഹോൾ റൈസ് ടു 4081 എത്രയാ? -1 പ്ലസ് 9 which is equal to എത്ര കിട്ടൂടാ? 8 എന്ന് കിട്ടും. It is less than 266 ആണ്. Therefore ആൻസർ എത്രയാണ്? 8 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എത്രയാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? 8 ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇതേ മോഡലിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ഓക്കെ, അപ്പം 8 ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. നെഗറ്റീവ് റിമൈൻഡറിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? പക്കയാണോ? ഡൗട്ട്സ് ക്ലിയർ ആണോ? പെട്ടെന്ന് കമന്റ് ഇട്ടായിരുന്നു ഫസ്റ്റ് ആയിട്ട്. ലക്ഷ്മി, ജുബിൻ, രൺദീപ്, ആലിഫിൻ എല്ലാവരും ഇങ്ങനെ ഉണ്ടായിരിക്കുവാണ്. പെട്ടെന്ന് കമന്റ് ഇട്ടായിരുന്നു ഫസ്റ്റ് ആയിട്ട്. ജുബിൻ, രഞ്ജു, രൺദീപ്, ലക്ഷ്മി, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നോക്കേ, cos θ is equal to √3/2 then the value of tan square θ എത്രയാണ് എന്നാണ് നമ്മുടെ ചോദിച്ചത്. കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് √3/2 ആണ് എങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ എത്രയാണ് എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, നമുക്ക് ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് പഠിച്ചു വെക്കണം. ഒരു ട്രയാങ്കിൾ എന്റെ കയ്യിലുണ്ട്. ABC എന്നാണ് ട്രയാങ്കിളിന്റെ പേര്. ABC എന്നാണ് ട്രയാങ്കിളിന്റെ പേര്. ഒരു ആംഗിൾ ഞാൻ എടുക്കുന്നു തീറ്റ. AB എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, BC എന്ന് പറയുന്നത് ബേസ് ആണ്, AC എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, എനിക്ക് മൊത്തം 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് ഉള്ളത്. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളിന്റെ സൈഡുകളും ആംഗിളുകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് പഠിക്കാനുള്ള റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, ഓപ്പോസിറ്റ് സൈഡിനെ ഞാൻ അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഏറ്റവും വലിയ സൈഡിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്. അപ്പോ ഓപ്പോസിറ്റ് സൈഡിനെ ഞാൻ ഹൈപ്പോട്ടിന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അവിടുത്തെ സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ AB/AC ആണ്. ഇനി അടുത്തത് കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ്, സമീപ വശം, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഓക്കെ, അഡ്ജസന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തീറ്റയോട് ചേർന്ന് കിടക്കുന്ന സൈഡ്. അങ്ങനെ നോക്കിയപ്പോ ഇവിടെ ഹൈപ്പോട്ടിന്യൂസും അഡ്ജസന്റ് സൈഡാണ്, ബേസും അഡ്ജസന്റ് സൈഡാണ് അല്ലെ. അപ്പൊ നമ്മൾ ഏതെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ് ഒഴിച്ചുള്ള അഡ്ജസന്റ് സൈഡ്. അപ്പൊ അതേതാണ്? ബേസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? BC/AC എന്ന് കിട്ടും. ഇനി അടുത്തത് ടാൻ തീറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിനെ ഞാൻ അഡ്ജസന്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇവിടെ AB ആണ്. അഡ്ജസന്റ് സൈഡ് ഏതാണ്? C ആണ്. അല്ല എങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെയും വിളിക്കാം, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നും വിളിക്കാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റയുടെ വാല്യൂ എത്രയാണ് മക്കളെ? ടാൻ തീറ്റ എന്ന് കിട്ടും. എത്ര കിട്ടും? ടാൻ തീറ്റ. ഇനി അടുത്തത് കൊസീക് തീറ്റ. കൊസീക് തീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സൈൻ തീറ്റ എടുക്കുക, അതിന്റെ റെസിപ്രോക്കൽ 1/sin തീറ്റയാണ് കൊസീക് തീറ്റ. അതല്ല എങ്കിൽ നമുക്ക് ഹൈപ്പോട്ടിന്യൂസിനെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ഓപ്പോസിറ്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് AC/AB ആണ് കൊസീക് തീറ്റ എന്ന് പറയുന്നത്.
ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ സീക്ക് തീറ്റയാണ്. സീക്ക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോസ് തീറ്റയാണ് മക്കളെ എന്തെന്ന് പറയുന്നത്, സീക്ക് തീറ്റ എന്ന് പറയുന്നത്. നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോ സീക്ക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിനെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, അഡ്ജസൻറ്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് AC/BC എന്ന് കിട്ടും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റയാണ്. കോട്ട് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ, 1/tan തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ നമുക്കറിയാം എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് അല്ലെ. ഇവിടെ വരുമ്പോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുവാ, അഡ്ജസൻറ്റ് സൈഡ് BC ആണ്, ഓപ്പോസിറ്റ് സൈഡ് AB ആണ്. ദാറ്റ് ഈസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇത്രയും എണ്ണമാണ് 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക് തീറ്റ ആൻഡ് കോട്ട് തീറ്റ, ഇങ്ങനെ 6 എണ്ണമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ പറഞ്ഞ ഇത്രയും കോൺസെപ്റ്റുകൾ ക്ലിയർ ആണോടെ? ഈ പറഞ്ഞ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ക്ലിയർ ആണോടെ? മനസ്സിലായോ? പെട്ടെന്ന് കമന്റ് ഇട്ടേ. മനസ്സിലായെങ്കിൽ 1 എന്നുള്ളത്, മനസ്സിലായില്ല എങ്കിൽ 0 എന്നുള്ളത്. പെട്ടെന്നാവട്ടെ. ക്ലിയർ ആണോ എല്ലാവർക്കും? ലക്ഷ്മി, ജുബിൻ, രൺദീപ്, ക്ലിയർ ആണോടെ? ട്രിഗണോമെട്രിക് റേഷ്യോസ് മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഈ ട്രിഗണോമെട്രിക് റേഷ്യോസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് √3/2 ആണ് എങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഒക്കെ ഉപയോഗിക്കാം, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്കത് ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അങ്ങോട്ട് കൺസിഡർ ചെയ്യുക. അതാണ്ട് തീറ്റ, ഈ ആംഗിളിനെ തീറ്റ ആയിട്ട് എടുക്കുക. കോസ് തീറ്റ നമുക്കറിയാം അഡ്ജസന്റ് സൈഡ് അതിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അഡ്ജസന്റ് സൈഡ് എത്ര കിട്ടി, √3 കിട്ടി. ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടി, 2 കിട്ടി. അപ്പൊ കണ്ടുപിടിക്കേണ്ട ഏതാണ്, ഇതാണ്. നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാംഗിൾ എടുത്തു കഴിയുമ്പോൾ, ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാംഗിൾ ABC എടുത്തു കഴിയുമ്പോൾ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സൈഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്, ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിന് ഈക്വലാണ്. ഹൈപ്പോട്ടന്യൂസ് AC എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ് മക്കളെ, AB സ്ക്വയർ പ്ലസ് BC സ്ക്വയറിന് ഈക്വലാണ്. AC എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്, AB സ്ക്വയർ പ്ലസ് BC സ്ക്വയറിന് ഈക്വലാണ്. എന്താ ഈ സൈഡ് എന്ന് പറയുന്നത് √3 the whole square, 2 സ്ക്വയർ മൈനസ് √3 the whole square which is equal to എത്ര കിട്ടൂടാ, 1 എന്ന് കിട്ടും. അപ്പൊ ഈ സൈഡ് ഓപ്പോസിറ്റ് സൈഡ്, തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ മൈനസ് √3 സ്ക്വയർ, അപ്പൊ √1 കിട്ടും. ദാറ്റ് ഈസ് 1. അപ്പൊ ഈ സൈഡിന്റെ വാല്യൂ എത്ര കിട്ടി, 1 കിട്ടി. അതിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ടാൻ കോസ് തീറ്റ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, √3/2 ആണ്. അതിൽ നിന്നും ടാൻ തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ദാറ്റ് ഈസ് 1/√3 ആണ്. കണ്ടുപിടിക്കേണ്ടത് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. മക്കളെ എന്താണ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം, ടാൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ടാൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. ടാൻ തീറ്റയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1/√3 ഇൻറ്റു കോസ് തീറ്റയുടെ വാല്യൂ √3/2. അതിന്റെ സ്ക്വയർ എടുക്കുക, ഇത് ക്യാൻസൽ ആയി പോകും. 1/2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1/4 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായ ഉത്തരം? ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ കുഞ്ഞുങ്ങളെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പറഞ്ഞ കോൺസെപ്റ്റുകൾ ക്ലിയർ ആണോ? ഇത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്ക് വലിയ ലെങ്തിയർ സ്റ്റെപ്സ് ആണ്. കുറെ ആൾജിബ്രിക് ഐഡന്റിറ്റീസ് ഒക്കെ ഉപയോഗിച്ച് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് സോൾവ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് അപ്രീഷ്യോ കോൺസെപ്റ്റ് വെച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? പെട്ടെന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. ക്ലിയർ ആണോടെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പക്കയാണോ? ഇനി ഡൗട്ട്സ്? ക്ലിയർ ആണോടാ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പിള്ളേരെ നിങ്ങൾ ഈ മിണ്ടാതിരിക്കുന്ന എന്തിനാ? ഒറ്റ ഒരെണ്ണത്തിന് കമന്റ് ഇടാൻ വയ്യ, എല്ലാ എണ്ണം ഇങ്ങനെ മിണ്ടാതിരിക്കുവാണ്. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നിടുക, ഇല്ലെങ്കിൽ ഇല്ല എന്നിടുക. ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞുതരാം, എനിക്ക് കുഴപ്പമില്ല. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്തേ. ഇഫ് 95% ഓഫ് ബി, if A is 95% of B, then what percentage of A is B? B എന്ന് പറയുന്നത്, A എന്ന് പറയുന്നത് B യുടെ 95% എങ്കിൽ
എയുടെ എത്ര ശതമാനമാണ് ബി എന്നാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ എത്ര ശതമാനമാണ് ബി എന്നാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. നമ്മളെ ഇതിന്റെ കോൺസെപ്റ്റ് നമ്മള് പെർസെന്റേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ തന്നെയാണ് പെർസെന്റേജിന്റെ കോൺസെപ്റ്റുകളിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എ ഈസ് 95% ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംഖ്യകളുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. എ എന്ന് പറയുന്നത് ബിയുടെ 95% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബി എ ഞാൻ 100 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ എത്ര വരും? 95 വരും അല്ലെ. അതായത് എ ഈസ് 95% ഓഫ് ബി എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത് 100 ആണെങ്കിൽ എ എന്ന് പറയുന്നത് എത്രയാണ്? 95 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, എ എന്ന് പറയുന്നത് വാട്ട് പെർസെന്റേജ് ഓഫ് എ ഈസ് ബി, എയുടെ എത്ര ശതമാനമാണ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. എയുടെ വാല്യൂ 95 ആണ് എങ്കിൽ ബിയുടെ വാല്യൂ എത്രയാണ്? 100 ആണ്. അങ്ങനെയാണ് എങ്കിൽ ഔട്ട് ഓഫ് 100 എത്രയാണ്? അങ്ങനെയാണ് എങ്കിൽ ഔട്ട് ഓഫ് 100 എക്സ്പ്രസ് ചെയ്യുമ്പോൾ എത്രയാണ്? ഒരു 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ മക്കളെ ഇവിടെ 19 കിട്ടും, ഇവിടെ എത്ര കിട്ടൂടാ? 20 കിട്ടും അല്ലെ. അപ്പോ 2000/19 എന്ന് കിട്ടും. 2000/19ന്റെ വാല്യൂ 105 ആൻഡ് 5/19%. എത്രയാണ് മക്കളെ കിട്ടുന്നത്? 105 ആൻഡ് 5/9% എന്ന് നമുക്ക് കിട്ടും. കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ മക്കളെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോടെ? ക്ലിയർ ആണോ? ഇവിടെ നിന്ന് കമന്റ് ഇട്ടേ. ക്ലിയർ ആണോ പിള്ളേരെ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണല്ലോ. അങ്ങനെയാണ് എങ്കിൽ ഈ ക്വസ്റ്റ്യൻ കിട്ടെ ചെയ്തേ. ദ റേഷ്യോ ഓഫ് മന്ത്ലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് Vedic is 8:5. If the income is increased by 20% and expenditure is increased by 330%, then find the percentage increase or decrease in his monthly savings എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പെർസെന്റേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നുള്ള ചോദ്യമാണ്. അത് റേഷ്യോ ഇൻകം എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ് ഈ ഒരു പോർഷനിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സപ്പോസ് എനിക്ക് 100 രൂപ കിട്ടി എന്ന് വിചാരിക്കുക. അതായത് എന്റെ വരുമാനം 100 രൂപയാണ്. എന്റെ ചെലവുകൾക്കെല്ലാം കൂടെ വേണ്ടിയിട്ട് ഞാൻ 80 രൂപ സ്പെൻഡ് ചെയ്യുന്നു. ബാക്കി എന്റെ എത്രയുണ്ട്? 20 രൂപ. അത് ഞാൻ ഫ്യൂച്ചറിലേക്ക് നീക്കി വെക്കും. ഈ 100 എന്ന് പറയുന്നത് എന്റെ ഇൻകം ആണ്. 100 എന്ന് പറയുന്നത് എന്റെ എന്താടാ? ഇൻകമാണ്. ഈ 80 എന്ന് പറയുന്നത് എന്റെ എക്സ്പെൻഡിച്ചർ ആണ്. 20 എന്ന് പറയുന്നത് എന്റെ സേവിങ്സ് ആണ്. സോ ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് എന്നാണ്. ഇൻകം എന്നുള്ളത് എന്താണ് മക്കളെ? എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. എന്റെ വരുമാനം എന്ന് പറയുന്നത് എന്റെ ചെലവിന്റെ കൂടെ എന്റെ സേവിങ്സ്, എന്റെ നീക്കിയിരിപ്പ് കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? എന്റെ വരുമാനം എന്ന് പറയുന്നത്. അങ്ങനെ അതേ കോൺസെപ്റ്റ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ദ റേഷ്യോ ഓഫ് മന്ത്ലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് വേദിക് ഈസ് 8:5. വേദിക്കിന്റെ എക്സ്പെൻഡിച്ചറും അതേപോലെ തന്നെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 8:5 ആണ്. മക്കളെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇൻകം ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്, അപ്പുറത്ത് അറിഞ്ഞുകൂടാത്ത സേവിങ്സും ഉണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഈ റേഷ്യോയിലാണ് തന്നേക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു 0 അവസാനിക്കുന്ന ഏതെങ്കിലും ഒരു റൗണ്ടഡ് ഫിഗേഴ്സിലോട്ട് നമ്മൾ അങ്ങ് മാറ്റണം. ഫോർ എക്സാമ്പിൾ 80 അല്ലെങ്കിൽ 800 അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ. കൂടുതലും 100നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വെറുതെ 8:5 എക്സും വൈ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. സിംപിളി നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഈ 8 എന്നുള്ളത് 800 എന്നും 5 എന്നുള്ളത് 500 എന്നും പറഞ്ഞു എഴുതുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 8:5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അസ്യൂം ചെയ്യുകയാണ് എന്താണ്? ഇൻകം എന്ന് പറയുന്നത് 800 രൂപയെന്നും എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 500 രൂപയെന്നും. അങ്ങനെയാണ് എങ്കിൽ എന്റെ സേവിങ്സ് 800 രൂപ കിട്ടുമ്പോൾ 500 രൂപ ഞാൻ സ്പെൻഡ് ചെയ്യുന്നു. ബാക്കി എന്റെ സേവിങ്സ് എത്രയാണ്? 300 രൂപയാണ് എന്റെ സേവിങ്സ് എന്ന് പറഞ്ഞു കിട്ടും. എത്രയാണ് മക്കളെ? 300 രൂപയാണ് എന്റെ സേവിങ്സ്. ഇനി പറയുന്നത് എന്റെ ഇൻകം 20% കൂട്ടി. എത്രയാണ് മക്കളെ? 20% കൂട്ടി. 20% കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 800 രൂപ ഉണ്ടായിരുന്നത് 20% കൂടി. 20% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800ന്റെ 120%. 800ന്റെ 20% കൂടി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 120%. 30% കൂടി എന്ന് പറഞ്ഞാൽ എന്താണ്? 130%.
40% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140%. ഇതാണ് ശതമാനത്തിന്റെ കൂടൽ അല്ലെങ്കിൽ കുറയൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്റെ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ 20% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്താണ്? 100 എന്നുള്ളത് 120%. അതായത് 120% കൂടി. അപ്പൊ 800ന്റെ 120% എന്ന് പറയുന്നത് അല്ലെങ്കിൽ 0 കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ എത്ര കിട്ടൂടാ? 960 രൂപ. അതായത് 800 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ എത്രയാണ് മക്കളെ കിട്ടുന്നത്? 920 രൂപയാണ് കിട്ടുന്നത്. എത്രയാണ് കിട്ടുന്നത്? 920 രൂപയാണ് കിട്ടുന്നത്. ഇനി നമ്മളടുത്ത് പറയുന്ന കാര്യം, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്ര ശതമാനം കൂടി? 30% കൂടി. 30% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 130% എന്നാണ്. എത്രയാണ്? 130%. എന്തിന്റെ 130%? ഈ 500 രൂപയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന എക്സ്പെൻഡിച്ചർ, അതിന്റെ 300%. 130%. അതായത് 500ന്റെ 130% എന്ന് പറഞ്ഞാൽ ഇതൊന്നും കൂടെ ക്യാൻസൽ ആയി പോകും. 130 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 650 എന്ന് കിട്ടും അല്ലെ? എത്ര കിട്ടി മക്കളെ? 650. അപ്പൊ എത്ര രൂപയായത്? 650 രൂപയായി. അങ്ങനെയാണ് എങ്കിൽ എന്റെ പുതിയ സേവിങ്സ് 960 രൂപ കിട്ടുന്നു, 650 രൂപ സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ എന്റെ പുതിയ സേവിങ്സ് എത്രയാണ് മക്കളെ? 310 രൂപയാണ് അല്ലെ? എത്രയാണ്? 310. അപ്പൊ എന്റെ സേവിങ്സിലുണ്ടായ ഇൻക്രീസ് എന്ന് പറയുന്നത് എത്ര രൂപയുടെ ഇൻക്രീസ് ആണ്? 10 രൂപയുടെ ഇൻക്രീസ് ആണ്. നമുക്ക് അതിനെ എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? പെർസെന്റേജിലേക്കാണ്. അതായത് 300ൽ നിന്നും 310ലേക്ക് എന്റെ സേവിങ്സ് മാറിയപ്പോൾ എന്റെ ശതമാനത്തിലുണ്ടായ മാറ്റം എത്രയാണ്? എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 300 രൂപ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ 10 രൂപ കൂടുതൽ കിട്ടുന്നു. 300 രൂപ കിട്ടിയിടത്ത് ഇപ്പോൾ 10 രൂപ കൂടുതൽ കിട്ടുന്നു. അങ്ങനെയാണ് എങ്കിൽ ഔട്ട് ഓഫ് 100 എത്ര? ഇതൊന്നും കൂടെ ക്യാൻസൽ ആയി പോകും. വിച്ച് ഈസ് ഈക്വൽ ടു 3 and 1/3% എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ്? 3 and 1/3% ഇൻക്രീസ്. കാരണം കൂടുകയാണ് ചെയ്തത് അല്ലെ? അപ്പൊ 3 and 1/3% ഇൻക്രീസ് എന്നാണ് എനിക്ക് അവിടെ കിട്ടുന്നത്. 3 and 1/3% എന്നാണ് മക്കളെ ഇൻക്രീസ് എന്ന് കിട്ടും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? ഇതാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം. എന്ത് ചെയ്യുക? റേഷ്യോ ആണ് തന്നേക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ 80 അല്ലെങ്കിൽ 800 8000 കുറച്ചും കൂടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് 800 500 എക്സ്പ്രസ് ചെയ്യുന്നത് തന്നെയാണ്. അതായത് ഔട്ട് ഓഫ് 100 എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. നിങ്ങൾ എക്സും വൈ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരുപാട് മിസ്റ്റേക്സുകൾ വരും. അതിനേക്കാൾ സിംപ്ലി ഇങ്ങനെ ചെയ്താൽ മതി. 2 സ്റ്റെപ്പിനകത്ത് നമുക്ക് കാര്യം കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സ്റ്റെപ്സുകളെല്ലാം ഞാൻ എഴുതിയിട്ടേക്കുന്നത്. 2 സ്റ്റെപ്പിൽ 5 സെക്കൻഡിൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഇത് കഴിഞ്ഞ വർഷത്തെ SSC CGL ചോദിച്ചതാണ്. SSC CGL ടയർ 1 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക് മക്കളെ. ആദിത്യ buys 300 mangoes for rupees 1,01,100. Some of these mangoes are rotten and thrown away. He sells the remaining mangoes at ₹5 each and make a profit of ₹150. Find the percentage of mangoes thrown away എന്നാണ് ചോദിക്കുന്നത്. അതായത് ആദിത്യ 300 മാങ്ങകൾ 1100 രൂപയ്ക്ക് വാങ്ങുന്നു. അതിനകത്ത് ചില മാങ്ങകൾ എന്തായിരുന്നു? ചീഞ്ഞതായിട്ടാണ് കാണപ്പെട്ടത്. അതിനാൽ അവനെറിഞ്ഞു. ബാക്കിയുള്ളത് 5 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ ഉണ്ടാക്കിയ ലാഭം എന്ന് പറയുന്നത് 150 രൂപയാണ്. അങ്ങനെ ഉണ്ടാക്കിയ ലാഭം എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 150 രൂപയാണ്. അങ്ങനെയാണ് എങ്കിൽ ഫൈൻഡ് ദ പെർസെന്റേജ് ഓഫ് മാംഗോസ് ത്രോൺ അവേ. എത്ര ശതമാനം മാങ്ങ, അതായത് ഉള്ള മാങ്ങയിൽ മൊത്തം ഉണ്ടായിരുന്ന 300 മാങ്ങയിൽ എത്ര ശതമാനം മാങ്ങ അവൻ വലിച്ചെറിഞ്ഞു എന്നാണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. വലിച്ചെറിഞ്ഞു എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് എന്താണ് പ്രോഫിറ്റ് എന്നാണ്. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേടാ. 100 രൂപ വിലയുള്ള ഒരു സാധനം, 100 രൂപ വിലയുള്ള ഒരു സാധനം ഞാൻ എത്ര രൂപയ്ക്ക് മറച്ചു വെക്കുന്നു? 110 രൂപയ്ക്ക് മറച്ചു വെക്കുന്നു. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ ഒരു പെട്ടി ചോക്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചോക്ലേറ്റ് ഞാൻ വാങ്ങിച്ച വില എന്ന് പറയുന്നത് 100 രൂപയാണ്. അത് ഞാൻ ഒരു കച്ചവടക്കാരനാണ് ഞാൻ. അപ്പോൾ ഞാൻ ആ ചോക്ലേറ്റ് വിൽക്കണമെങ്കിൽ എനിക്കൊന്നെങ്കിൽ ഞാൻ ചോക്ലേറ്റ് മാനുഫാക്ചർ ചെയ്യണം. അതല്ല എങ്കിൽ ആ ചോക്ലേറ്റ് ഞാൻ ഏതെങ്കിലും ഒരു ഹോൾസെയിൽ ഡീലറിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്നോ ഞാൻ നേരിട്ട് വാങ്ങണം. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ആ ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കാൻ ചിലവായ തുക, അതല്ല എങ്കിൽ ഒരു ഹോൾസെയിൽ ഡീലറിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ ചിലവായ തുക, ആ തുകയെ ഞാൻ പറയുന്ന പേരാണെന്ത് മക്കളെ? അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. എന്താണ് കോസ്റ്റ് പ്രൈസ്? അഥവാ അവിടുത്തെ വാങ്ങിയ വില എന്ന് പറയും. കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് മക്കളെ പറയുന്നത്? അവിടുത്തെ വാങ്ങിയ വില എന്ന് പറയും. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ 100 രൂപ കൊടുത്ത് ഞാൻ ഒരു പെട്ടി ചോക്ലേറ്റ് വാങ്ങിച്ചു. അപ്പൊ ഈ 100 രൂപയെ വിളിക്കുന്ന പേര് എന്റെ കോസ്റ്റ് പ്രൈസ് എന്നാണ്.
100 രൂപയെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? എന്റെ കോസ്റ്റ് പ്രൈസ് എന്നാണ്. ഇതേ 100 രൂപ വിലയുള്ള സാധനം ഞാൻ മറിച്ചു വിറ്റത് 110 രൂപയ്ക്കാണ്. ദാറ്റ് മീൻസ് എന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് മക്കളെ? 110 രൂപയാണ്. എന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 110 രൂപയാണ്. അപ്പോൾ ഈ ഒരു കച്ചവടം നടന്നപ്പോഴത്തേക്ക് 100 രൂപ ചെലവാക്കി 110 രൂപ എന്റെ കയ്യിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെയാണ് എങ്കിൽ അഡീഷണൽ ആയിട്ട് എന്റെ കയ്യിലേക്ക് വന്ന 10 രൂപ, അഡീഷണൽ ആയിട്ട് എന്റെ കയ്യിലേക്ക് വന്ന 10 രൂപ മക്കളെ, ആ 10 രൂപയെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്റെ പ്രോഫിറ്റ് എന്ന് വിളിക്കും. എന്താണ് മക്കളെ? എന്റെ പ്രോഫിറ്റ് എന്ന് വിളിക്കും. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ഞാൻ എന്താണ്? എന്റെ സെല്ലിംഗ് പ്രൈസിൽ നിന്നും എന്റെ കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുക. എന്റെ സെല്ലിംഗ് പ്രൈസിൽ നിന്നും എന്റെ കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി എന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് മക്കളെ പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് എങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. അപ്പൊ എന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്താണ് മക്കളെ? സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് അപ്പോൺ കോസ്റ്റ് പ്രൈസ് അതേ ഇൻറ്റു 100 ആണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പൊ നമുക്ക് അതേ കോൺസെപ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മൊത്തം 300 മാങ്ങകളുണ്ട്. 1100 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. എന്താണ് മക്കളെ? 300 മാങ്ങകളുണ്ട്. അത് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 1100 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അതിനകത്ത് എത്രയോ മാങ്ങകൾ എന്ത് ചെയ്തു? ചീഞ്ഞുപോയി. എത്രയോ മാങ്ങകൾ എന്ത് ചെയ്തു? ചീഞ്ഞുപോയി, എറിഞ്ഞു. ബാക്കിയുള്ള മാങ്ങകൾ ഒരു മാങ്ങയ്ക്ക് 5 രൂപ വെച്ച് വിറ്റപ്പോൾ എത്ര രൂപ ലാഭം കിട്ടി? 150 രൂപ ലാഭം കിട്ടി. എത്ര രൂപ ലാഭം കിട്ടിയടാ? 150 രൂപ ലാഭം കിട്ടി. അപ്പൊ 150 രൂപ ലാഭം കിട്ടിയെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്കായിരിക്കണം വിറ്റത്? വാങ്ങിച്ച വില 1100 ആണ്. കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 150 രൂപയാണ് കിട്ടിയ ലാഭം, പ്രോഫിറ്റ്. അപ്പൊ 1100 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. 150 എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണ് എങ്കിൽ വിറ്റ വില അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്? കോസ്റ്റ് പ്രൈസ് ആയ 1100ന്റെ കൂടെ പ്രോഫിറ്റ് ആയിട്ടുള്ള 150 കൂട്ടണം. അപ്പൊ എത്ര കിട്ടൂടാ? 1250 രൂപ എന്ന് കിട്ടും. എന്താണ് അതിന്റെ അർത്ഥം? മൊത്തം 1250 രൂപയ്ക്ക് ബാക്കി വന്ന എക്സ് മാങ്ങകൾ, എനിക്ക് അറിയത്തില്ല, ബാക്കി വന്ന എക്സ് മാങ്ങകൾ, അതായത് ഞാൻ ചീഞ്ഞ മാങ്ങകൾ എടുത്തെറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എക്സ് മാങ്ങകളുണ്ട്. ഒരു മാങ്ങയ്ക്ക് 5 രൂപ വെച്ച് വിറ്റപ്പോൾ മൊത്തം 1250 രൂപയ്ക്ക് എനിക്ക് മാങ്ങ വിൽക്കാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ, അതായത് നമ്പർ ഓഫ് മാംഗോസ്, മൊത്തം എക്സ് മാംഗോസ് ആണ് ഞാൻ വിറ്റത്. അതായത് ഞാൻ ആ ചീഞ്ഞ മാങ്ങകൾ എറിഞ്ഞതിന് ശേഷം ബാക്കി വന്ന എക്സ് മാങ്ങകളാണ് വിറ്റത്. ഒരു മാങ്ങയ്ക്ക് 5 രൂപ വെച്ച് വിറ്റപ്പോൾ എനിക്ക് എത്ര കിട്ടി? 1250 കിട്ടി. ഫോർ എക്സിന്റെ വാല്യൂ 1250/5 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടൂടാ? 250 എന്ന് കിട്ടും അല്ലെ? എത്ര കിട്ടും? 250 മാംഗോസ് എന്ന് കിട്ടും. അതായത് മൊത്തം 300 മാങ്ങ ഉണ്ടായിരുന്നിടത്ത് എത്ര മാങ്ങയാണ് വിറ്റത്? 250 മാങ്ങയാണ് വിറ്റത്. അതായത് 50 മാങ്ങ എന്ത് ചെയ്തു? ചീഞ്ഞുപോയി അല്ലെ? ഇത് ചെയ്തു മക്കളെ, 50 മാങ്ങ ചീഞ്ഞുപോയി. അങ്ങനെയാണ് എങ്കിൽ ഈ 50 ഔട്ട് ഓഫ് 300% കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 300 മാങ്ങ വാങ്ങിച്ചു, അതിനകത്തിൽ 50 മാങ്ങ ചീഞ്ഞുപോയി എടുത്തു കളഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ഔട്ട് ഓഫ് 100 എത്ര? ഇത് കൂടെ ക്യാൻസൽ ആയി പോകും. 50/3 16 and 2/3% നമുക്ക് കിട്ടും. അപ്പൊ 16 and 2/3 ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 16 and 2/3 ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? ഡൗട്ട് ഉണ്ടോടാ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോടെ? മനസ്സിലായോ? അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജുബിൻ, ബാക്കിയുള്ളമാര്, രഞ്ജു, റൺദീപ്, ക്ലിയർ ആണോടെ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതൊന്ന് ചെയ്തേ. If the selling price of an article is doubled, ഇതേ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നോക്കേ. If the selling price of an article is doubled, then the profit will become 4 times. Profit എത്രയായി? 4 times ആയി. What is the original profit percentage എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒറിജിനൽ പ്രോഫിറ്റ് പ്രൈസ് എത്രയാണ് എന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ഒരു സാധനത്തിന്റെ സെല്ലിംഗ് പ്രൈസ് ഞാൻ ഇരട്ടിയാക്കിയപ്പോൾ പ്രോഫിറ്റ് എത്ര ശതമാനമായടാ? പ്രോഫിറ്റ് എത്രയായി? 4 ഇരട്ടിയായി അല്ലെ? പ്രോഫിറ്റ് എത്രയായി മക്കളെ? 4 ഇരട്ടിയായി. അങ്ങനെയാണ് എങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ആദ്യം ഉണ്ടായിരുന്ന പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് എങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പെട്ടെന്ന് ഓർഡർ.
അങ്ങനെയാണ് എങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ഡബിൾഡ്. ഒരു ആർട്ടിക്കിളിന്റെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഡബിൾ ചെയ്തു. അങ്ങനെ ആയപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4 മടങ്ങായി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര മടങ്ങായടാ? 4 മടങ്ങായി. അങ്ങനെയാണ് എങ്കിൽ ഒറിജിനൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്ന ഒറിജിനൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര ശതമാനമായി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മക്കളേതായി ഇവിടെ ശ്രദ്ധിച്ചു. ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇതിൽ കോസ്റ്റ് പ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. കോസ്റ്റ് പ്രൈസും ഉണ്ട്, സെല്ലിംഗ് പ്രൈസും ഉണ്ട്. എടാ, സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ഡബിൾഡ്. ഒരു ആർട്ടിക്കിളിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യുവാണ്? ഡബിൾ ചെയ്യുവാണ്. അതായത് മക്കളെ ഇത്രയേ ഉള്ളൂ. എക്സ് രൂപ വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എക്സ് രൂപ കോസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്ന ഒരു സാധനം ഞാൻ വൈ രൂപയ്ക്ക് ഞാൻ വിറ്റു. എത്ര രൂപയ്ക്ക് വിറ്റു? വൈ രൂപയ്ക്ക് ഞാൻ വിറ്റു. അങ്ങനെയാണ് എങ്കിൽ ഈ കച്ചവടത്തിൽ എനിക്കുണ്ടായ ലാഭം എന്ന് പറയുന്നത് വൈ മൈനസ് എക്സ് ആണ്. എക്സ് രൂപ വരെ ഉണ്ടായിരുന്ന ഒരു സാധനം ഞാൻ വൈ രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണ് എങ്കിൽ എനിക്കുണ്ടായ ലാഭം നമ്മൾ പറയുന്നുണ്ട് പ്രോഫിറ്റ് ആണെന്നാണ് പറയുന്നത്. സോ പ്രോഫിറ്റ് ഈസ് വൈ മൈനസ് എക്സ്. ഇനി ഞാൻ പറയുവാണ്, ഇതേ സാധനം എക്സ് രൂപ വരെ ഉണ്ടായിരുന്ന സാധനം ഞാൻ ഇപ്പോഴുള്ള കോസ്റ്റ് പ്രൈസിന്റെ ഇരട്ടി വിലക്ക് വിൽക്കുന്നു. അതായത് 2y വിലക്ക് വിൽക്കുന്നു. എത്ര രൂപയ്ക്ക് വിൽക്കുന്നു മക്കളെ? 2y വിലക്ക് വിൽക്കുന്നു. അങ്ങനെ 2y വിലക്ക് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് 2y മൈനസ് എക്സ് ആണ് അല്ലെ. എക്സ് രൂപയുടെ സാധനം വൈ രൂപയ്ക്ക് വിറ്റപ്പോൾ വൈ മൈനസ് എക്സ് ആയിരുന്നു അവരുണ്ടായ ലാഭം. എന്നാൽ എക്സ് രൂപ വരെയുള്ള സാധനം 2y രൂപയ്ക്ക് വിറ്റപ്പോൾ എത്ര രൂപയ്ക്ക് വിറ്റപ്പോൾ മക്കളെ? 2y രൂപയ്ക്ക് വിറ്റപ്പോൾ അവിടെ ഉണ്ടായ ലാഭം എന്ന് പറയുന്നത് 2y മൈനസ് എക്സ് ആണ്. മക്കളെ ഏതാ ഇവിടെ ശ്രദ്ധിച്ചേ. നമ്മൾക്ക് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടായ ലാഭമായിട്ടുള്ള 2y മൈനസ് എക്സ്. അങ്ങനെ ഉണ്ടായ ലാഭമായിട്ടുള്ള 2y മൈനസ് എക്സ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ആയ വൈ മൈനസ് എക്സിന്റെ എത്ര മടങ്ങാണ്? 4 മടങ്ങാണ്. വൈ മൈനസ് എക്സിന്റെ എത്ര മടങ്ങാണ്? 4 മടങ്ങാണ് എന്നർത്ഥം. ദാറ്റ് മീൻസ് 2y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 4y മൈനസ് 4x ആണ്. എത്രയാണ് മക്കളെ? 4y മൈനസ് 4x. എക്സിന്റെ ടേംസ് എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നു, വൈയുടെ ടേംസ് എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നു. മൈനസ് എക്സ് ഇവിടെ ഉണ്ട്, മൈനസ് 4x അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 4x. മൈനസ് എക്സ് പ്ലസ് 4x എത്രയാടാ? 3x is equal to 4y ഇവിടെ ഉണ്ട്, 2y അപ്പുറത്തേക്ക് പോകുമ്പോൾ 2y. ദാറ്റ് ഈസ് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് എത്ര കിട്ടും മക്കളെ? 3/2 എന്ന് കിട്ടും അല്ലെ. എന്താണ് എക്സ് ബൈ വൈ എന്ന് പറയുന്നത്? എന്താണ് 3/2. എക്സ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന കോസ്റ്റ് പ്രൈസ്, വൈ എന്ന് പറയുന്നത് എന്താണ്? 2/3. എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3. y/2 അല്ല 2/3. അതായത് എക്സ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന കോസ്റ്റ് പ്രൈസ്, വൈ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന സെല്ലിംഗ് പ്രൈസ്. അതിന്റെ അർത്ഥം എന്താണ്? 2 രൂപ വരെയുള്ള ഒരു സാധനം മറിച്ച് എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 3 രൂപയ്ക്ക് വിൽക്കുന്നു. അതായത് 1 രൂപ അവിടെ പ്രോഫിറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ. 2 രൂപ വരെ ഉണ്ടായിരുന്ന ഒരു സാധനം വിറ്റപ്പോൾ 1 രൂപ ലാഭം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഔട്ട് ഓഫ് 100 എത്ര കിട്ടും മക്കളെ? 50% എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് ശരിയായുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ സി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? അതാ കുഞ്ഞുങ്ങളെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഒക്കെയാണോ? ഇനി ഡൗട്ട്സ്? ക്ലിയർ ആണോ? പെട്ടെന്ന് കമന്റ് ഇട്ടേടാ ഫസ്റ്റ് ആയിട്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? സർ ഒന്നുകൂടെ പറയാവോ? കണക്ഷൻ പോയായിരുന്നു. അതായത് പറയുന്ന ഇത്രയേ ഉള്ളൂ. അതായത് എക്സ് രൂപ കോസ്റ്റ് പ്രൈസ് ഉള്ള ഒരു സാധനം വൈ രൂപയ്ക്ക് വിറ്റപ്പോൾ ഉണ്ടായ ലാഭം എന്ന് പറഞ്ഞാൽ വൈ മൈനസ് എക്സ് ആണ്. ഇനി ഇതേ സെയിം സാധനം എക്സ് രൂപ വിലയുള്ള സാധനം ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? നേരത്തെ വൈ രൂപയ്ക്ക് വിറ്റ സാധനം അതിന്റെ ഇരട്ടി വിലയ്ക്ക് 2y രൂപയ്ക്ക്. അപ്പോൾ ഉണ്ടായ ലാഭം എത്രയാ? 2y മൈനസ് എക്സ് ആണ് അല്ലെ. ആ 2y മൈനസ് എക്സ് എന്ന് പറയുന്ന ലാഭം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ലാഭത്തിന്റെ 4 ഇരട്ടിയാണ്. ദാറ്റ് മീൻസ് 2y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 4 into y മൈനസ് എക്സ്. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ എക്സ് ബൈ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 2/3 എന്ന് നമുക്ക് കിട്ടും. വിച്ച് മീൻസ് 2 എക്സ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന കോസ്റ്റ് പ്രൈസ്, വൈ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന സെല്ലിംഗ് പ്രൈസ്. 2 രൂപ വിലയുള്ള ഒരു സാധനം വിറ്റപ്പോൾ എനിക്ക് 2 രൂപ വിലയുള്ള ഒരു സാധനം ഞാൻ 3 രൂപയ്ക്ക് വിറ്റു. ദാറ്റ് മീൻസ് 1 രൂപയാണ് എനിക്ക് അവിടുത്തെ ലാഭം. അങ്ങനെയാണെങ്കിൽ ലാഭ ശതമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 2 രൂപ വരെയുള്ള ഒരു സാധനം വിറ്റപ്പോൾ 1 രൂപ ലാഭം. അങ്ങനെയാണെങ്കിൽ ഔട്ട് ഓഫ് 100 എത്ര? 50% ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായ ഉത്തരം. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? ബാക്കിയുള്ളവന്മാര് രഞ്ജീവ്, ബൈജു ക്ലിയർ ആണോടെ?
ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ?